$2500 രൂപയാക്കും ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ വാഗ്ദാനവും കൂടി വിശ്വസിച്ചാണ് അവരെ സർക്കാരിനെ അധികാരത്തിലേറ്റിയത്. 200 രൂപ പോലും കൂട്ടാൻ കഴിയാത്ത സാഹചര്യം, അത് ജനങ്ങളോടുള്ള വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയല്ലേ? അത് കർഷക തൊഴിലാളി പെൻഷൻ 45 രൂപയായി പ്രഖ്യാപിച്ച നയനാർ സർക്കാർ ആ പെൻഷൻ കൊടുത്തതിനെ കുറിച്ച് കരുണാകരൻ പറഞ്ഞത് ഇത് പ്രത്യുൽപാദനപരമല്ല എന്നാണ്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നത് രാജ്യം തകർക്കും, നാട് തകർക്കും. ഇതാണ് കോൺഗ്രസിന്റെ പ്രത്യയ ശാസ്ത്രം. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, അവന്റെ കാര്യം അവൻ പറഞ്ഞോളൂ. ഓരോ വർഷവും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചു എന്ന ബഹുമാനപ്പെട്ട MLA മനോരമ ചാനലിൽ പറഞ്ഞത് പച്ച നുണയാണ്. അലക്കാൻ എവിടെ പോയി അലക്കി കുളിച്ചാലും നിങ്ങൾ ഈ നുണ പറഞ്ഞതിന്റെ പാപത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല മിസ്റ്റർ MLA. ഞാൻ എക്സ്പെൻഡിച്ചർ കണക്ക് പറയാം. 1,78,771 കോടി രൂപ ഇപ്പോൾ ചെലവ് പൂർത്തീകരിക്കാൻ പോവാണ്. ഞങ്ങൾക്കൊരു മടിയില്ലെന്ന് ജനങ്ങളോട് തുറന്നു പറയാൻ. എന്നിട്ട് നമ്മളിപ്പോ ഈ നടപ്പ് വർഷം തീരുമ്പോ 99,000 കോടി 1,00,000 കോടിയിലേക്ക് കേരളത്തിന്റെ നികുതിയേതര വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. ഇവിടുന്ന് 47,000 കോടിയിൽ നിന്ന്. നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഒന്നും ഈ 9 കൊല്ലം കൊണ്ട് കേരളത്തെ ഞങ്ങൾ വളർത്തിയോ തളർത്തിയോ? നാട്ടുകാരോട് പറയാം. പറയുമ്പോൾ ഒരു കാര്യം ശ്രീ അനിൽകുമാർ, 2500 ക്ഷേമ പെൻഷൻ നൽകാമെന്ന് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യരോട് 2021 പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാർ തന്നിട്ട് കൊടുക്കാം എന്ന പ്രതീക്ഷയിലായിരുന്നു നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന റവന്യൂ കമ്മി ഗ്രാന്റിന്റെ കാര്യത്തിലായാലും GST നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കലല്ലേ വാസ്തവത്തിൽ സർക്കാർ നടത്തുന്നത്? റവന്യൂ കമ്മി ഗ്രാന്റും 15ാം ധനകാര്യ കമ്മീഷൻ തീരുമാനിച്ചത് എത്രയാണ് 5 വർഷത്തേക്ക് എന്നുള്ളത് നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല. GST നഷ്ടപരിഹാരം 2022 ജൂണിൽ തീരുമെന്നുള്ളത് നേരത്തെ ധാരണയായതാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പിന്നെ ഇപ്പോൾ കേന്ദ്രം തരാത്തത് കൊണ്ട് 2,500 അല്ലെങ്കിൽ 2,000 1,800 പോലും ആക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് അതിനെന്ത് അടിസ്ഥാനമാണുള്ളത്? മാഡം, എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. ഈ മോദി സർക്കാർ വന്ന ഈ സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര പദ്ധതികളിൽ അവരുടെ വിഹിതം അവർ 75% തന്നുകൊണ്ടിരുന്ന 60% വെട്ടിക്കുറച്ചു. അതൊന്നും ഇവിടെ ആർക്കും അന്വേഷിക്കണ്ടല്ലോ. കേന്ദ്ര പദ്ധതികൾ ഏത് വന്നാലും 75% കേന്ദ്ര വിഹിതം ഉണ്ടായിരുന്നു. 60% ആക്കി മാറ്റി. എന്ത് ചെയ്യും? കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ദ്രോഹം എന്താണ്? ഏത് കേന്ദ്ര പദ്ധതി നടപ്പാക്കിയാലും നിങ്ങൾ അഡ്വാൻസ് പണം കൊടുക്കണം. നമ്മൾ അഡ്വാൻസ് പണം കൊടുത്തിട്ട് ഒരു കൊല്ലോ 1.5 കൊല്ലോ കഴിഞ്ഞിട്ട് പൈസയും കൊടുത്തിരുന്നു. നമ്മൾ ഇവിടുന്ന് പൈസ എടുത്ത് കൊടുക്കും. മനസ്സിലായില്ലേ? മനസ്സിലായി. നിങ്ങൾ ഇന്ന് അഡ്വാൻസ് കൊടുത്താൽ ഇന്ന് നിങ്ങളുടെ കടബാധ്യത കണക്കെടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? ഈ വർഷത്തെ ബഡ്ജറ്റ് പ്രവർത്തനം നടക്കില്ല. കേന്ദ്ര സർക്കാരിന്റെ പൈസ അഡ്വാൻസ് കൊടുക്കാൻ ബഡ്ജറ്റ് പ്രൊവിഷൻ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ എങ്ങനെയാണ്? കേന്ദ്ര സർക്കാർ നെല്ലെടുപ്പിന് പൈസ തരുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ നിയമമാണല്ലോ ബാധകം. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് UP-യില് പാചകം ചെയ്യുന്ന ഒരു സ്കൂളില് ഒരു മാസക്കാലം അവർ കൊടുക്കുന്ന ശമ്പളം 1000 രൂപ. കേരളത്തിൽ അതേസമയം എത്ര ശമ്പളം കൊടുക്കുന്നത്? 8,500 രൂപ. ബാക്കി ആരെ ശമ്പളം കൊടുക്കേണ്ടത്? കേരള സർക്കാർ. ഞാൻ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുമായിട്ട് രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതികളുടെ മാനദണ്ഡം അതാണ്. അത് പാലിക്കാൻ പറ്റാത്തത് കേരളത്തിൽ മാത്രം പാലിക്കാൻ പറ്റാതാവുന്നത് എന്തുകൊണ്ടാണ്? അയ്യോ, മാനദണ്ഡം പാലിക്കാതെയല്ല. കേന്ദ്ര സർക്കാർ അവരുടെ പദ്ധതിയായിട്ട് പ്രൈം മിനിസ്റ്റർ യോജന എന്ന് പറഞ്ഞ യോജനകൾ ഉണ്ടാക്കും. PM പോഷൻ യോജന. PM പോഷൻ യോജന മുട്ടയും പാലും ഉണ്ടോ? മുട്ടയും പാലും പിണറായി സർക്കാരെ കൊടുക്കണം, PM പോഷൻ അല്ല. ഈ PM പോഷന്റെ അവസ്ഥ എന്താ? ഒന്നുമില്ല, കാശ് ചെറിയ പൈസ തരും. ഈ ചെറിയ പൈസ വെച്ച് പദ്ധതി നടക്കത്തില്ല. അപ്പൊ പിന്നെ ആ പൈസ ഇങ്ങോട്ട് വേണ്ടേ? അതിനാ പദ്ധതിയിൽ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാന വിഹിതം ഇടും. സംസ്ഥാന വിഹിതം ഇടുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പൊ റേഷന്റെ തന്നെ സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് കേന്ദ്രം തരുന്നതിന്റെ 3-4 ഇരട്ടി കൊടുക്കണം. ഇത് കേരളം എന്ന് പറയുന്നത് വളർന്ന സംസ്ഥാനമായതുകൊണ്ട് ഇവിടെ ഓരോ കാര്യത്തിനും വരുന്ന അധിക ചെലവ് കേരളം കൂടുതൽ വഹിക്കും. കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? ഉത്തരേന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് ആ പ്രശ്നമില്ല. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അത് ചെയ്യാതെ ഇഷ്ടംപോലെ പദ്ധതികൾ പ്രഖ്യാപിച്ച ശേഷം കേന്ദ്രം തരാത്തത് കൊണ്ട് നടപ്പാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടലല്ലേ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ചോദിച്ച റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിന്റെയും അതുപോലെ തന്നെ GST നഷ്ടപരിഹാരത്തിന്റെയും കാര്യത്തിലൊക്കെ വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങളല്ലേ പറയുന്നത്? റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എത്ര കിട്ടുമെന്നുള്ളത് 15ാം ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ച ശേഷം അപ്പോൾ തന്നെ അറിയാം അടുത്ത 5 വർഷം എത്ര കിട്ടുമെന്നുള്ളത്. GST നഷ്ടപരിഹാരം 2022 ജൂണിൽ തീരുമെന്നുള്ളത് സംസ്ഥാനങ്ങൾക്കിടയിൽ ധാരണ ഏതാണ്? GST കൌൺസിലിൽ ധാരണ ഏതാണ്? അത് പിന്നെയും കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ 2,500 രൂപ ക്ഷേമ പെൻഷൻ നൽകാം എന്ന് ഒക്കെ ജനങ്ങളോട് പറയുന്നത് രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് തന്നെ നിരക്കുന്നതാണ്.
കോവിഡ് വന്നാൽ ആ 2 കൊല്ലത്തെ കോവിഡിന്റെ ആഘാതം മൂലം സമ്പദ്ഘടന ഇങ്ങനെ തകരുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും നല്ല ധാരണ ഉണ്ടായിരുന്നു. ഈ പാതിരാത്രിയിലെ നോട്ട് നിരോധനം നടപ്പാക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമായിരുന്നു. GST റിജിം വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് കമ്പ്യൂട്ടർ സംവിധാനം കൃത്യമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ? കേരളം തയ്യാറായിരുന്നു. കേരളം ഇപ്പോഴാണ് GSTയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിശ്ചയിക്കപ്പെട്ട രീതിയിൽ നടപ്പാക്കിയത്. ശ്രീ അനിൽകുമാർ, GST നടപ്പാക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തതിൽ കേന്ദ്രമാണ് പരാജയപ്പെട്ടത്. സംസ്ഥാനങ്ങൾ ശ്രദ്ധിച്ചില്ല. അതിന് കാരണം എന്താണ്? സംസ്ഥാനങ്ങൾക്ക് അവരുടെ നഷ്ടപരിഹാരം അഷ്വേർഡായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി അതിന്റെ സോഫ്റ്റ്വെയർ കൃത്യമായി ഡെവലപ്പ് ചെയ്ത് കേരള സംസ്ഥാനമാണ്. അതെ, നീയാണോ? അതെ, ഞാനാണ്. അതിന് കേരളത്തെ കേന്ദ്രം അഭിനന്ദിച്ചു. ഇതല്ലേ യാഥാർത്ഥ്യം? രണ്ടാമത്, കേരളത്തിന് നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം നമ്മൾ ഉന്നയിക്കും. തർക്കം ഉന്നയിക്കുന്ന കേന്ദ്രവും കേരളം കൂടെ എൻഗേജ് ചെയ്യുന്നതാണ്. അതിന്റെ എൻഗേജ്മെന്റ് ഭാഗമായി നമുക്ക് പണം കിട്ടിക്കഴിഞ്ഞ പണത്തെ കുറിച്ച് പാർലമെന്റ് ചോദിച്ചാൽ എന്താ ഉത്തരം പറയുക? നിങ്ങൾ ഒക്ടോബർ മാസത്തിൽ ഉറപ്പുള്ള പണത്തിന്റെ ബലത്തിൽ 2500 തരാമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതിനെ കുറിച്ചാണ് ചോദ്യം. ശ്രീ അനിൽകുമാർ, അല്ലല്ല, അത് നിങ്ങളുടെ ചോദ്യം. പറയട്ടെ. ഈ ഒരു കാര്യം മനസ്സിലാക്കൂ. ഞാൻ കൃത്യമായിട്ടൊരു ചോദ്യം ചോദിച്ചല്ലോ. കേന്ദ്ര പദ്ധതികളിൽ 75% എന്നുള്ളത് 60% ആക്കി കുറയ്ക്കുമെന്ന് ഞങ്ങൾക്ക് മുന്നറിവുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ നമ്മുടെ പെൻഷൻ ഫണ്ട് ബോർഡ് എന്നൊരു സാധനമുണ്ട്. പെൻഷൻ ഫണ്ട് ബോർഡിനെതിരായിട്ട് കേസ് കൊടുത്ത മാന്യനാണല്ലോ ഈ ഇരിക്കുന്ന മാത്യു കുഴൽനാടൻ. എന്തിനാ അദ്ദേഹം ഉന്നയിച്ചത്? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. പെൻഷൻ ഫണ്ട് ബോർഡിന് അഡ്വാൻസ് ആയിട്ട് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നു. പെൻഷൻ മുടക്കാൻ വേണ്ടി മാത്യു കുഴൽനാടനും അല്ലല്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ MLA പറഞ്ഞു. പറയട്ടെ. ഞാൻ ബഹളം വെക്കുകയാണ്. ഞാൻ സംസാരിക്കല്ലേ? ഞാൻ സംസാരിക്കുന്ന ആളല്ലേ. നിങ്ങൾ കള്ളം പറഞ്ഞ തുറന്നു കാണിച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇത്ര വിഷമിക്കുന്നത്? ഒറ്റ മിനിറ്റ്. ഞാൻ ബഹളം വെക്കുകയല്ല, വർത്താനം പറയാണ്. കള്ളം പറയരുത്. ഇന്ന് കേരളം നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയായി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. കൂട്ടത്തോടെ ഒരു പുതിയ തലമുറ നാട് വിട്ട് പലായനം ചെയ്തു പോകും. അവരെ ആകർഷിക്കുന്ന, അവരെ പരിഗണിക്കുന്ന ഒരു പദ്ധതി, ഒരു പ്രഖ്യാപനം ഈ ബഡ്ജറ്റിൽ കാണിച്ചു തരാൻ കഴിയുമോ? അത് കാണിക്കുന്ന ഈ സർക്കാരിന് ഒരു കാഴ്ചപ്പാടില്ല എന്നുള്ളതാണ്. കേരളം ഇന്ന് നേരിടുന്ന വെല്ലുവിളി എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് പോലും ഒരു ധാരണയില്ല. ഇവർക്ക് ഇവരുടെ പാർട്ടിയാണ് ഇവരുടെ പ്രയോറിറ്റി. പല ഉദാഹരണമായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ കാണാം. പക്ഷേ എന്താണ് ഈ കാര്യത്തിൽ പാർട്ടിയുടെ ശരിയായ നിലപാട്? പാർട്ടി സെക്രട്ടറി പറയുന്നതാണോ, ബജറ്റിൽ ധനമന്ത്രി പറയുന്നതാണോ? അല്ല, ഗൗതം മാഷ് പറഞ്ഞതിന്റെ അത് മനസ്സിലാകാത്തവർക്ക് ബാലഗോപാൽ പറയുന്നത് പാർട്ടി വിരുദ്ധമാണെന്ന് തോന്നും. എങ്ങനെ മനസ്സിലാക്കണ്ട. ഞാൻ ബഹുമാനപ്പെട്ട MLA പറയട്ടെ. വിഴിഞ്ഞം, കൊല്ലം, പുനലൂർ വികസന ത്രികോണം 1000 കോടി. ആർക്ക് ഗുണം കിട്ടുന്നതാണ്? വെസ്റ്റ് കോസ്റ്റ് കനാലിന്റെ സ്വാധീന മേഖലയുടെ സാമ്പത്തിക വികസനം 500 കോടി. ഡിജിറ്റൽ സയൻസ് പാർക്ക് ക്യാമ്പസ് 212 കോടി. പാലക്കാട് 1250 ഏക്കർ സ്ഥലം ഏറ്റെടുത്തിട്ട് കാത്തിരിക്കുകയാണ്. കേരളത്തിനകത്ത് കഞ്ചിക്കോട്, അവിടെ വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ചിലർ വഴക്കുണ്ടാക്കുന്നുണ്ട്. പക്ഷെ അവിടെ സ്ഥലം ഏറ്റെടുത്തിട്ടിരിക്കുകയാണ് കേരള സർക്കാർ. ഇതൊക്കെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയല്ലേ? കഴിഞ്ഞ കേരള ബജറ്റിൽ പ്രധാനപ്പെട്ട പദ്ധതിയെ പ്രഖ്യാപിച്ചതായിരുന്നു വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ്. വിഴിഞ്ഞം റോഡുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അത് വളരെ പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നായിരുന്നു കഴിഞ്ഞ ബജറ്റിൽ ഉണ്ടായിരുന്നു. എത്ര ബഡ്ജറ്റായിട്ട് പറയുന്നതാണിത്? വെറും വാഗ്ദാനം കിട്ടുകയല്ല. അതുകൂടെ മനസ്സിലായില്ലേ? നമ്മള് വിഴിഞ്ഞം തുറമുഖം എത്ര ബഡ്ജറ്റായിട്ട് പറയുന്നതാണ്? 40 കൊല്ലമായിട്ട് പറയുന്നതാണ്. പിണറായി വിജയൻ വന്നേ പിന്നെ നടപ്പാക്കിയത്. അത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി അവസാനം വിമോചന സമരം പ്രഖ്യാപിച്ച ഒരു പാർട്ടിയുടെ നേതാവാണ് ഇവിടെ ഇരിക്കുന്ന MLA മാത്യു കുഴൽനാടൻ. അദ്ദേഹത്തിന്റെ നേതാവ് സുധാകരൻ വിമോചന സമരം പ്രഖ്യാപിച്ച് ഓർക്കുന്നുണ്ടോ? അവരുടെ സർക്കാരല്ലല്ലോ, അതുകൊണ്ടാണല്ലോ ജനം അവരെ മാറ്റി നിങ്ങളെ തെരഞ്ഞെടുത്തത്. എന്റെ ചോദ്യം, വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് എത്രയോ തവണയായി പറയുന്നു. എന്താണ് അതിന്റെ സ്ഥിതി? അതിന് പുറത്തേക്കാണ് ഇപ്പോൾ ഈ മറ്റു പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. താങ്കൾ അത് വിഴിഞ്ഞത്തെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചത്. അത് തന്നെ. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ഒരു വിഴിഞ്ഞം മാത്രമല്ല, ദേശീയപാതയടക്കം മലയോര പാത, തീരദേശപാത, ജലമെട്രോ അടക്കം എന്തെല്ലാം കാര്യങ്ങളാണ് പല കൊല്ലങ്ങളായി പ്രഖ്യാപിച്ച് അതിന്റെ ഓരോ ഘട്ടത്തിലൂടെ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒറ്റ പദ്ധതിയുടെ കാര്യം താങ്കൾക്കൊന്നും അറിയാമോ? കാരണം കഴിഞ്ഞ തവണ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയായി സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഈ ഒറ്റ പദ്ധതി ഉൾപ്പെടെയാ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ എന്താ സ്ഥിതി? നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ്? വിഴിഞ്ഞത്ത് കപ്പൽ വരുമെന്ന് ഉറപ്പാക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത് മറ്റൊന്നാണ് ശ്രീ അനിൽകുമാർ. താങ്കൾ എത്ര വഴിതിരിച്ചു വിടാൻ ശ്രമിച്ചാലും ഞാൻ ചോദിക്കുന്നത് അതേക്കുറിച്ച് വിഴിഞ്ഞത്ത് കപ്പൽ വരുമോ എന്നല്ല. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി കഴിഞ്ഞ തവണ ബജറ്റിൽ വലിയ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയെ പ്രഖ്യാപിച്ചതാണ്. അങ്ങനെ പറഞ്ഞോ സാറേ? പിന്നല്ലാതെ. അതിന്റെ സ്ഥിതി എന്താണെന്നാണ്? തലമേറ്റെടുത്തിട്ടുണ്ടോ? സത്യം പറഞ്ഞോണം ഉരുണ്ട് കളിക്കരുത്. മാഡം അന്ന് കേക്കട്ടെ. എനിക്ക് എയുടെ കാര്യത്തിൽ മറുപടി ഉണ്ട്. ഞാൻ പറയട്ടെ മാഡം, ഞാൻ ഒന്ന് കേക്കട്ടെ. ഞാൻ പറയല്ലേ, നിങ്ങൾ ചോദിച്ചോണ്ടിരുന്ന കുഴപ്പമെന്ന് വെച്ചാൽ എയുടെ കാര്യത്തിൽ മറുപടി പറയാൻ പറ്റിയിട്ടില്ല.
ഒത്തിരി ചോദ്യമായി. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പണ്ടേ ഞാൻ കളക്ടറായനെ. ഇപ്പൊ ഇത് പറഞ്ഞു അവസാനിപ്പിക്കാം. വിഴിഞ്ഞത്ത് കപ്പൽ വരുമെന്നായിരുന്നു സംശയം. പ്രതിപക്ഷ നേതാവ് സതീശനും സുധാകരനും അടക്കമുള്ള ഒരു തടയാൻ ശ്രമിച്ചു. കപ്പൽ വന്നിരിക്കുന്നു, ഇനി എന്ത് വേണം? ആ കപ്പൽ ഇറക്കുന്ന സാധനം പോകാനായിട്ട് വഴി വേണം. വിഴിഞ്ഞം നാവായിക്കുളം റോഡ് അതിനുണ്ടാക്കിയ പദ്ധതിയാണ്. കപ്പൽ വരുമെന്ന് ഉറപ്പാക്കിയതുകൊണ്ട് എന്താണോ പണത്തിന് കുറവുള്ളത് ആ കുറവില്ലാത്തത് കൈകാര്യം ചെയ്യും. ഇതാണ് സർക്കാരിന്റെ മറുപടി. ഞാൻ പറയാം, താങ്കൾ മറുപടി പറയണമെന്നില്ല, താങ്കളുടെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകും. NHA ഈ ഭൂമി ഏറ്റെടുക്കൽ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ വിഴിഞ്ഞം നാവായിക്കുളം റോഡിന്റെ കാര്യത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ഒരു തരി പോലും മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത എന്നുള്ളത് എനിക്ക് താങ്കൾക്കും അറിയാം. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിൽ കൃത്യമായിട്ട് പറയാം. ഒന്ന്, സ്ഥലം ഏറ്റെടുക്കാൻ വിജ്ഞാപനം പ്രഖ്യാപിച്ചാൽ മഞ്ഞക്കുറ്റിയായിട്ട് വരുന്ന ആളുകളുണ്ടല്ലോ, ആ കുറ്റി തടയാൻ വരുന്ന കുറെ പേരുണ്ടല്ലോ. നിങ്ങൾ ഏത് കുറ്റിയാ തടയുന്നത്? ഏതാ തടയാത്ത കുറ്റി? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? നിങ്ങളൊരു പ്രഖ്യാപനം നടത്തുക, നാളെ ഞങ്ങൾ ഇന്ന സ്ഥലത്തെ കുറ്റി തടയും, വിഴിഞ്ഞം നാവായിക്കുളം കുറ്റി ഞങ്ങൾ തടയത്തില്ല, പ്രഖ്യാപിക്കും ഇവരാരെങ്കിലും. ഞങ്ങൾ ഈ പണിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പറയട്ടെ, കുഴൽനാടൻ തടച്ചിലുകാരനാ. പറയട്ടെ, പാർട്ടിയുടെ നിലപാട് പറയാം. നിങ്ങൾ അതിന് മനസ്സിലാക്കണമെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട് നമുക്കിവിടെ, ലിനക്സിന്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. VS സർക്കാർ ഇരുന്നപ്പോൾ കേരള സർക്കാർ നിലപാട് സ്വീകരിച്ചു, ഞങ്ങൾ സ്വതന്ത്ര സോഫ്റ്റ്വെയർ കൊണ്ടുവരും. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമ. എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് പോലുള്ള കുത്തക കമ്പനികൾക്ക് കപ്പം കൊടുത്ത് പ്രവർത്തിപ്പിക്കേണ്ടതിന് പകരം കേരളത്തിലെ വിദ്യാലയങ്ങളിലടക്കം ലിനക്സിന്റെ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത്. ഇതേപോലെ അമേരിക്ക പണം കൊടുത്ത് കപ്പം വാങ്ങി ഉപയോഗിക്കുന്ന AI ഉണ്ട്. അതിന് ബദൽ AI രൂപീകരിക്കും. ഭയങ്കരം തന്നെ. ആ ബദൽ AI എന്ന് പറയുന്നത് പൊതുമേഖലയിൽ വികസിപ്പിക്കണമെന്നാണ് CPM ന്റെ നിലപാട്. അങ്ങനെ പൊതുമേഖലയിൽ വികസിപ്പിക്കത്തക്ക വിധം കേരളത്തിൽ കേരളത്തിലല്ല, ഇത് കണ്ടുപിടിക്കുന്ന മനുഷ്യന്റെ ഗവേഷണത്തിന്റെ ഭാഗമായി ഈ കേരളവും ഇന്ത്യയുടെ ഭാഗമാണ്, ലോകത്തിന്റെ ഭാഗമാണ്. അറിവിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ മനുഷ്യനുമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലും അത്ഭുതകരമായ കണ്ടുപിടുത്തത്തിൽ ലോകത്തെ ഉത്പാദിപ്പിക്കുന്നതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പോലും ഇത്ര വലിയ ചിന്തയുള്ള സർക്കാരാണുള്ളത്. അതാണ് ഇന്ന് ബജറ്റിൽ കേട്ടത്. MV ഗോവിന്ദൻ പറഞ്ഞതിന്റെ അർത്ഥവും അത് തന്നെയാണ് എന്ന് പറയുന്നു. ശ്രീ കുഴൽനാടൻ, താങ്കളുടെ സമയം. ഡൗട്ട് എന്താണ്? ഇനി എന്റെ ഒരു കൂന്തളിക്കലുണ്ട്, അങ്ങോട്ട് മാറങ്ങട്. നിങ്ങൾ വിഴിഞ്ഞത്ത് കപ്പൽ വരുമെന്ന് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞില്ല. വിഴിഞ്ഞത്ത് കപ്പൽ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇനി ആ സാധനം കൊണ്ട് റോഡ് ഉണ്ടാക്കണം. ആ റോഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞങ്ങൾ ആലോചിക്കണം. ഇതാണ് CPM. യഥാർത്ഥത്തില് കപ്പൽ വന്ന് സാധനം ഇറക്കി കഴിയുമ്പോ റോഡ് പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന പാർട്ടിയാണ് CPM. അദ്ദേഹം പറഞ്ഞ് വളരെ കൃത്യമായിരുന്നു, എനിക്ക് തോന്നിയത്. അല്ല, അവിടെ തടയാൻ നിൽക്കുന്നത് നിങ്ങളാണ് പ്രശ്നക്കാരെന്ന് പറയുന്നുണ്ട് ശ്രീ കുഴൽനാടൻ. ഈ വികസനത്തിന് തടസ്സം നിൽക്കുന്നത് നിങ്ങളാണ്, പ്രതിപക്ഷമാണ് എന്നാണ് ശ്രീ അനിൽകുമാറിന്റെ വാദം. കേരളത്തിന്റെ ചരിത്രം അറിയാവുന്ന എല്ലാവർക്കും അറിയാലോ. ട്രാക്ടറും ടില്ലറും വന്നപ്പോ തടഞ്ഞത് ഞങ്ങളാണ്, കമ്പ്യൂട്ടർ വന്നപ്പോ തടഞ്ഞത് ഞങ്ങളാണ്, ഇവിടെ സ്വയാശ്രയ കോളേജ് വന്നപ്പോ തടഞ്ഞതും രക്തസാക്ഷികളായതും ഞങ്ങളാണ്, വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചപ്പോ തടഞ്ഞതും സമരം നടത്തിയതും തല്ലിപ്പൊളിച്ചതും രക്തസാക്ഷികൾ ഉണ്ടാക്കിയതും ഞങ്ങളാണ്. ഇനി ഇതും ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. ഇവിടെ മെട്രോ വന്നതും വിഴിഞ്ഞം വന്നതും കണ്ണൂർ എയർപോർട്ട് വന്നു ഒന്നും ഉമ്മൻചാണ്ടി അല്ല, പിണറായി വിജയനാണെന്ന് പറഞ്ഞോട്ടെ. ഈ ജനം ഇത് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ പറയാൻ ഇവരെ ട്രെയിൻ ചെയ്ത് വിടുന്ന പാർട്ടി അതാണ് CPM. അതാണ് നിഷയോട് പറഞ്ഞത്, നിഷയ്ക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ആർഗ്യ ചെയ്യാൻ അധികം നമ്മൾ താല്പര്യപ്പെടാത്തത്. കാരണം എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് തന്നെ പറയും. ഇത് തന്നെ ഇങ്ങനെ ഈ റേഡിയോയിൽ ട്യൂൺ ചെയ്ത് വെക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പിന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖയാണല്ലോ ആണല്ലോ. അതാണ് അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞത്. ഏത് കാര്യവും പറഞ്ഞ് പിന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു AI സോഷ്യലിസ്റ്റ് നടക്കാൻ പോകുന്ന അങ്ങനെ എന്തോ പാർട്ടിസിപ്പേറ്റ് പറഞ്ഞിരുന്നു. ഇനി അതിന് വേണ്ടിയിട്ടാണോ ഇതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നത്? കഴിഞ്ഞ ദിവസം വരെ ദേശീയപാതയിൽ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ പണിത് ടോൾ പിരിക്കുന്ന BJP നയത്തെ പാർട്ടി കോൺഗ്രസിലും പാർട്ടിയുടെ നയരേഖയിലും അതിരൂക്ഷമായി വിമർശിച്ച അതേ കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ കേരളത്തിലെ ജനങ്ങളോട് ഒരു മടിയും ഉടുപ്പും ഇല്ലാതെ ചിരിച്ചുകൊണ്ട് പറയല്ലേ, ടോൾ പിരിക്കുന്നതില് എന്താണ് തെറ്റ്? ആരാണ് പറഞ്ഞത്? ഭാരതത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ ഒരുപാട് വർഷം പുറകിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 10-20 വർഷം മുമ്പ് കമ്പ്യൂട്ടറൈസേഷൻ കേരളത്തിൽ നടന്നിരുന്നെങ്കിൽ, കേരളത്തിലെ IT മേഖല മെച്ചപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കുട്ടികൾ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ ഇന്ന് CPM ശരിവെക്കുന്നുവെങ്കിൽ അതാണ് കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ആക്കം കൂട്ടുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, മാത്രമല്ല ഗീതാ ഗോപിനാഥ് എന്ന് പറയുന്ന അങ്ങ് യൂറോപ്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒരു വക്താവിനെ കേരളത്തിലെ ധനകാര്യ ഉപദേഷ്ടാവായി വെക്കുമ്പോൾ കമ്മ്യൂണിസം കാലഹരണപ്പെട്ടിരിക്കുന്നു. മനുഷ്യൻ ഇത്രക്ക് ചീപ്പാവരുത്. അതെ, അത് തന്നെ എനിക്കും പറയാനുള്ളത്. മനുഷ്യനാണല്ലേ ഇത്രക്ക് ചീപ്പാൻ പാടില്ല. ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ വികസനത്തിന് കൊള്ളുന്നതല്ല. 36 കൊല്ലം ഞങ്ങളെടുത്ത് തകർത്ത ബംഗാളിനെ പോലെയല്ല.
ത്രിപുരയിൽ പോയല്ല. കേരളം രക്ഷപ്പെടണമെങ്കിൽ ഈ തരത്തിലുള്ള വ്യതിചലനങ്ങൾക്ക് ആവശ്യമാണ്. അതിന്റെ തുറന്ന് സമ്മതിക്കലാണ് നിഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ ഇക്കാലം അത്രയും നശിപ്പിച്ചത് നോക്കൂ. ഇപ്പോഴൊരു ചില കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. പൈപ്പ് കേബിളിനെ കുറിച്ച് സമരം നടത്തിയവർ, കൊയ്ത്ത് യന്ത്രത്തിനെതിരെ സമരം നടത്തിയവർ, കമ്പ്യൂട്ടറിന് സമരം നടത്തിയവർ ഇന്ന് ആ തെറ്റ് തിരുത്താൻ തയ്യാറാകുമ്പോ ഞങ്ങളാണ് ഈ കൊച്ചു കേരളത്തെ നശിപ്പിച്ചത് എന്നതിന്റെ സാക്ഷ്യപത്രം സമ്മതിക്കുകയും ഒരു പുനർവിചിന്തനത്തിന്, ഒരു മാറ്റത്തിന് ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ഇത്രയും കാലം വിശ്വസിച്ചു പോകുന്നത് തെറ്റായിരുന്നു എന്നുള്ള തുറന്ന സമ്മതത്തിന് മാത്രം അവർ തയ്യാറായ കേരളം രക്ഷപ്പെടും. ഇങ്ങനെ അറിയിക്കാനാണ് ഭാവമെങ്കിൽ അതിന് വെച്ച് വെള്ളം വാങ്ങി വെച്ചത്. ഇവിടെ പറഞ്ഞു കേട്ടു കേരളം തകർന്നെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ നീതി ആയോഗ് എഴുതി തരുന്ന ഒരു കടലാസിലും കേരളം തകരുകയല്ല, 1ാം സ്ഥാനമാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത് നിങ്ങൾ വളരെ മുമ്പിലായതുകൊണ്ട് കാശ് കിട്ടുന്നില്ല. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വക്താവ് പറയുന്നത് കേരളം തകർന്ന. എവിടെയാ സാർ കേരളം തകർന്നത്? പിടിച്ച് നീ ഇവിടം വരെ എത്തിയതല്ലേ മോനെ. ഇന്ത്യ രാജ്യത്ത് കേരളം പിന്നിൽ നിൽക്കുന്ന, ഞാനൊരു ചലഞ്ച് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് കേരളം പിന്നിൽ നിൽക്കുന്ന ഒരു മേഖല പറയാമോ? എന്താ ചലഞ്ച് ചെയ്യാണ്. ഞാൻ പറയട്ടെ സാർ, നിങ്ങൾ ചർച്ച. ഞാൻ നീതി ആയോഗിന്റെ കണക്കാ ചോദിക്കുന്നത്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി അദ്ദേഹം അധ്യക്ഷനാണ്. ഞാൻ പറയട്ടെ സാർ, ഒരു മേഖല പറയൂ മെച്ചപ്പെട്ടത്. ഒറ്റ മേഖല അവസാനം പറഞ്ഞോട്ടെ. നമ്മൾ ആദ്യം 28ാം സ്ഥാനത്ത് കിടന്ന് 15ാം സ്ഥാനത്തായി വ്യവസായ മേഖലയിൽ, ഈസ് ഓഫ് ഡൂയിങ്ങില്. ഇപ്പൊ 1ാം സ്ഥാനത്ത് വന്നു. പത്രം വായിച്ചില്ലേ? പി രാജീവൻ അവാർഡ് കൊടുത്ത നിങ്ങളുടെ കേന്ദ്രമന്ത്രിയല്ലേ? ഞാൻ പറയാം. ആരോഗ്യ മേഖല വീണ ജോർജിന് വിളിച്ച് അവാർഡ് കൊടുത്താരാ? ഞാൻ പറയണം. പി രാജീവനെ ഡൽഹി വിളിച്ച് സമ്മാനം കൊടുത്താരാ? ഞാൻ പറയാം. വീണ ജോർജിനെ ഡൽഹി വിളിച്ച് സമ്മാനം കൊടുത്താരാ? ഞാൻ ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പി രാജീവന് പുരസ്കാരം കൊടുത്തത് താങ്കൾ കണ്ടില്ലായിരുന്നു? ഞങ്ങൾ കണ്ടിരുന്നു, ഒരു മെമന്റോ കൊടുത്തിരുന്നു. അതായത് കുറച്ച് കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയവർക്കുള്ള 18 സംസ്ഥാനങ്ങളെ വിളിച്ച് മെമന്റോ കൊടുത്തപ്പോൾ പി രാജീവന് കൊടുത്തത് ഞങ്ങൾ ഡൽഹിയിൽ കണ്ടിരുന്നു. ശ്രീ ജയചന്ദ്രൻ അറിഞ്ഞിരുന്നില്ല. പറഞ്ഞു പറ്റിക്കരുത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനല്ല, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഒന്നാമതെത്തിയതിനുള്ള പുരസ്കാരമേ അല്ല പി രാജീവിന് കൊടുത്തത്. എന്നെ പറ്റിക്കണ്ട, എനിക്കറിയാം. ഏപ്രിൽ ഫൂൾ അല്ലേ? ചില ക്രൈറ്റീരിയകളിൽ മുന്നോട്ട് വരാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. അതിൽ മുന്നോട്ട് വന്നതിനുള്ള ഒരു അംഗീകാരം എന്ന നിലയിൽ, പ്രോത്സാഹനം എന്ന നിലയിലാണ് കൊടുത്തത്. അത് പുള്ളി ഇങ്ങനെ നമ്പർ വൺ പറഞ്ഞുകൊണ്ടിരിക്കും. എന്നെ ഇങ്ങനെ വെട്ടിലൊന്നും വീഴ്ത്താൻ പറ്റില്ല. ഒരു കാര്യം കേൾക്കൂ. ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയ്ക്ക് 28ാം സ്ഥാനത്തായിരുന്നു കേരളം. കഴിഞ്ഞ കൊല്ലം 15ാം സ്ഥാനത്തായിരുന്നു. ഇക്കൊല്ലം എത്രാം സ്ഥാനത്താണ്? നിഷ ഉത്തരം പറഞ്ഞാൽ മതി. എനിക്കറിയില്ല. നിങ്ങൾ പിച്ചളയെന്ന് പറഞ്ഞു. താങ്കൾ പറഞ്ഞോളൂ. നിങ്ങൾ പിച്ചളയെന്ന് പറഞ്ഞു. എന്റെ ചോദ്യം നിഷയുടെ അറിവ് എത്രയാ? അല്ല, പി രാജീവിന് പിച്ചളയാന്നല്ല നിങ്ങൾ പറഞ്ഞേ. പി രാജീവ് പിച്ചള വാങ്ങിക്കാൻ പോയിന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? മന്ത്രി പി രാജീവ് പിച്ചള വാങ്ങിച്ചെന്നല്ലേ പറഞ്ഞത്? എത്രാം സ്ഥാനം? തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ടൻ. താങ്കൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പിച്ചളയാന്ന് തോന്നും. എന്തോന്ന് അടവ് എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? മലയാളിക്ക് അഭിമാനിക്കുക. ഈ മലയാളിക്കെതിരാണ് കേന്ദ്ര സർക്കാർ, മലയാളിക്കെതിരാണ് കോൺഗ്രസ്, ഈ കേരളത്തിനെതിരാണ് ഇവരെല്ലാം. പുരസ്കാരം കൊടുക്കുക. പച്ച തെറിയേക്കണ്ട ഇറങ്ങി പയ്ക്കാം.